ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായി രൂപീകരിച്ചു. ഒരു മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മീനാംബിക, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ കൂടിയാണ് ഷിബു, പരീക്ഷാ ഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ, ഹയർ സെക്കൻഡറി അക്കാദമി വിഭാഗം ജോയിന്റ് ഡയറക്ടർ ഷാജിദ, ഡെപ്യൂട്ടി ഡയറക്ടർ QIP ധന്യ എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതി അംഗങ്ങൾ ആഭ്യന്തര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ചോദ്യപേപ്പർ വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 2024 ഒക്ടോബർ മാസത്തിൽ ഒരു യോഗം നടത്തിയിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ്. ആ യോഗത്തിൽ 8ാം ക്ലാസ്സിലെ മിനിമം സബ്ജക്റ്റ് മാർക്ക് കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള SCRT തയ്യാറാക്കിയ രേഖ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയ യോഗമാണ്. ആ യോഗത്തിൽ തന്നെ ആ രേഖയിൽ തന്നെ പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില പുതിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപക സംഘടനകളുമായിട്ട് ഒരു റൗണ്ട് ചർച്ച നടത്തി. അതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് വളരെ ഗൗരവമായിട്ടാണ് തന്നെയാണ് കാണുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGP നേരിട്ട് എന്ന് കാണുകയുണ്ടായി. ഞാൻ ടെലഫോണിലൂടെ സംസാരിക്കുകയുണ്ടായി. ഇത് ഈ ടേം പരീക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, മുൻപ് ഇതിൻ്റെ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരുന്ന സ്കൂളുകളിലാണ്. കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസും പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനവും ഒക്കെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ടേം പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. അത് മെല്ലെ അതിൻ്റെ ചോദ്യപേപ്പർ നിർമ്മാണം സ്കൂളിൽ നിന്ന് എടുത്തു മാറ്റി അധ്യാപക സംഘടനകളുടെ ഒരു യൂണിറ്റ്, ജില്ലാ തലത്തിലുള്ള ഒരു യൂണിറ്റ് ഉണ്ടാക്കി അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി കൊടുത്തു തുടങ്ങി. അന്ന് ഈ അധ്യാപക സംഘടനകൾ തയ്യാറാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2016 ശേഷം ചോദ്യപേപ്പർ പ്രിന്റിംഗ് കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ ഇത് SSLCക്ക് പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ആ രീതി തന്നെയാണ് പിന്തുടർന്ന് വരുന്നത്. അത് കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടിയാണ് SSLCയുടെ പരീക്ഷയുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി നടക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ അല്ല 2012 മുതലാണ് കേന്ദ്രീകരിച്ചുള്ള പരീക്ഷ ചോദ്യപേപ്പർ വരുന്നത്.